കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര വിഹിതം കൂട്ടണമെന്നതാണ് കേന്ദ്ര ബജറ്റിൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തോടുള്ള കേരളത്തിന്റെ അഭ്യർത്ഥന. ദേശീയ പെൻഷൻ പദ്ധതി പെൻഷൻ വാങ്ങുന്ന 50% പേരെയും ഉൾക്കൊള്ളുന്ന വിധം പരിഷ്കരിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നുവെന്നാണ് കേരളത്തിന്റെ വാദം. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പദ്ധതികളിൽ സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുന്ന വിഹിതത്തിന്റെ ഉയർന്ന നിരക്കാണ്. കൂടുതൽ പണം ചെലവാക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ പലതിനും 60:40 എന്ന അനുപാതത്തിൽ 40% ചെലവ് സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. ഇത് 75:25 മാറ്റണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിലൂടെ ഓരോ സംസ്ഥാനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകി പണം ചെലവാക്കാമെന്നാണ് കേരളത്തിന്റെ നിലപാട്. 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാനം ഒരു വർഷം ചെലവാക്കുന്നത് 11,500 കോടി രൂപയാണ്. ദേശീയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നത് 250 കോടി മാത്രം. ഇതിലൂടെ 200 മുതൽ 500 രൂപ വരെ ലഭിക്കുന്നവർ 6 ലക്ഷം മാത്രവും. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ പെൻഷൻ പദ്ധതി പരിഷ്കരിക്കണമെന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതി പേരെ ഉൾക്കൊള്ളും വിധം പരിഷ്കരണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഇതേ ആവശ്യം ഉന്നയിച്ചാൽ കേന്ദ്രത്തിന് ഭീമമായ ചെലവാകും പെൻഷന്റെ കാര്യത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.